നമുക്ക് ഹെൽത്തി ആൻഡ് സിമ്പിളായിട്ടൊരു പാസ്ത ഉണ്ടാക്കിയാലോ? ഞാൻ എടുത്തിരിക്കുന്ന വീറ്റ് പാസ്തയാണ്. കുറച്ച് വെള്ളം എടുക്കുക. വീറ്റ് പാസ്തേനെ നമുക്ക് വെള്ളത്തിലോട്ട് ഒഴിക്കാം. കുറച്ച് ഒലിവ് ഓയിൽ, ഉപ്പ്, പിന്നെ അതിനെ കുക്ക് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മൾ മൂൺ ഷേപ്പിൽ കട്ട് ചെയ്ത് ഹാഫ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്ത തക്കാളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു തക്കാളിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കൂടെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന വലിയ വെളുത്തുള്ളിയാണ്, അതുകൊണ്ട് ഞാനൊരു 3 വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇതിപ്പോൾ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഈ 3 എടുക്കുന്നത്. ഇനി നമ്മൾ ആ സമയം കൊണ്ട് ഈ പാസ്ത വെന്ത് വന്നിട്ടുണ്ട്. ആ പാസ്തയെ നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ വയ്ക്കുക. അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിക്കുക. നമ്മൾ ഹാഫ് മൂൺ ഷേപ്പിലുള്ള തക്കാളി എടുത്ത് അതിനകത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടിയിട്ട് വഴറ്റണം. ഒന്ന് വഴണ്ട് വരട്ടെ തക്കാളി. ഇനി ഏകദേശം വഴണ്ട് വന്ന തക്കാളിയിലോട്ട് നമുക്ക് കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് നിന്ന് കുറച്ച് ഗാർലിക്ക് എടുത്തിടാം. കുറച്ച് വെളുത്തുള്ളി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ പാഴ്സലി ലീഫും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഉടച്ച് എടുക്കാം. അതായത് ഉടച്ച് ഒന്ന് കുത്തി ഉടച്ച് നമുക്ക് എടുക്കാം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ആ തക്കാളി നല്ല വഴണ്ട് വന്നതിന് ശേഷം ആ മിക്സ്ചറിനെ ഒരു മിക്സിയിലോട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ ആ സമയത്ത് തന്നെ പാൻ വെച്ച് വെളിച്ചെണ്ണ ആ ടൈമിൽ തന്നെ അതേസമയം പാൻ വെച്ച് പാനിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് അതിൻ്റെ കൂടെ ഗാർലിക്കും ആഡ് ചെയ്ത് നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഒറിഗാനോ പൗഡറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കണം. പിന്നെ ജസ്റ്റ് ഒന്ന് അത് ചൂടായി വരുന്ന സമയത്ത്, ആ സോസ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന പാസ്ത എടുത്ത് അതിനകത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഡ്രൈ ആയി വന്ന പാസ്തയെ നമുക്ക് സെർവ് ചെയ്ത് കഴിക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ്, എന്നാൽ ഹെൽത്തിയുമാണ്. ഡു ട്രൈ ദിസ് ആൻഡ് കമൻറ്റ്.